ഹലോ, നമസ്കാരം. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ജോലി ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആളുകൾ, മറ്റൊരു ആളുകൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ ചിലർ തുടങ്ങിയതാണ് ഛായാമുഖി എന്ന് പറയുന്ന സംവിധാനം. ഫോട്ടോഗ്രാഫി ഒരു ജോലിയാക്കുക എന്നുള്ളത് ഇഷ്ടം കൊണ്ട് അറിയാതെ വന്നു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി ഞങ്ങൾക്കൊരു തൊഴിൽ മാത്രമല്ല, ഇഷ്ടമാണ്. ഫങ്ഷണൽ ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു ജോലിയായി മാറിയതാണ്. അതുപോലെ തന്നെയാണ് യാത്രാ കണ്ടൻറ്റുകളും. അത് ജോലിയായി പിന്നെ മാറുന്നതാണ്, ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു യാത്ര, ഒരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ കാരണം കുറേ ആളുകൾ ചോദിക്കാറുണ്ടേ, നിങ്ങൾ യാത്ര പോകുമ്പോൾ ഏത് ലെൻസ് അല്ലെങ്കിൽ ഏത് ക്യാമറ ഉപയോഗിക്കണം, യാത്ര പോകണമെന്നുണ്ട് ഏത് ലെൻസാണ് ഏത് ക്യാമറയാണ് വാങ്ങേണ്ടത്, അങ്ങനെ വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ. ഇത്ര ക്യാമറകൾ, ഇത്ര ലെൻസുകൾ ഇവിടെ ഉണ്ട്, ഏത് ലെൻസ് എടുക്കണമെന്ന് നമുക്കിപ്പോഴും സംശയമാണ്. ആ പ്രൊജക്റ്റിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആ യാത്രയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടോ ആണ് നമ്മൾ അത്തരം സാധനങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു 360 ക്യാമറ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു യാത്ര പോകാം, ഹെലി ക്യാം മാത്രം എടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ഒരു ബോഡിയും ഒരു 2 ലെൻസ് മാത്രം എടുക്കാം. ഏറ്റവും ലൈറ്റായിട്ടാണല്ലോ യാത്രയ്ക്ക് പറയുക, അതും ഇതിലും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ ക്യാമറകൾ നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പോൾ ആ യാത്രാ ഫോട്ടോകളോ ആ പ്രൊജക്റ്റുകളൊന്നും ഞാൻ ഈ ഒരു ഛായാമുഖി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പേജുകളിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്നും ഇടാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ഞങ്ങളുടെ ഒരു പ്രൊഫൈൽ കൂടി ഞങ്ങളിവിടെ വയ്ക്കാം. നിങ്ങൾ ഈ പ്രൊഫൈലുകളൊന്ന് കയറി കാണാൻ പറ്റുമെങ്കിൽ സന്തോഷമായി. അതുകൂടാതെ ഞങ്ങൾക്ക് ഇതിന് മാത്രമായിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്, പീപ്പിൾസ് സ്റ്റോറി കളക്റ്റീവ് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റിംഗ് ആണ് അത് ഉദ്ദേശിക്കുന്ന, ആർട്ടും കൾച്ചറും ഒക്കെ. അതിൽ യാത്ര കൂടി ഞങ്ങൾ ഇതുപോലെ കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് അതിൽ കാണാം. അപ്പോൾ ഞാനൊന്ന് കൊളാബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, ഫോട്ടോകളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഏത് ക്യാമറയാണ് ഞാൻ എടുക്കേണ്ടത് ചോദിക്കുന്ന ആളുകളോട് വ്യക്തിപരമായിട്ട് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവരേത് രീതിയിലാണ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ക്യാമറ വേണമെങ്കിലും എടുക്കാം. ബ്രാൻഡുകളിൽ കാര്യമില്ല, എല്ലാ ബ്രാൻഡും നല്ലതാണ്. അപ്പോൾ ഫോട്ടോകൾ വരുന്നുണ്ട്, ഒരു യാത്ര പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞങ്ങളെ. താങ്ക് യു, ബൈ.